നമസ്കാരം. ഇൻഡിസൈൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇൻഡിസൈനിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ഇൻഡിസൈനിൽ മലയാളം ടൈപ്പ് ചെയ്യാം, പക്ഷേ ഒരു പ്രത്യേക അക്ഷരം, അതായത് ണ്ട എന്നുള്ള അക്ഷരം അതിൽ ലഭ്യമല്ല, അല്ലെങ്കിൽ ലഭ്യമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഡിസൈനേഴ്സും പബ്ലിക്കേഷൻസും ഒക്കെ ഇൻഡിസൈൻ പോലെ വളരെയേറെ സാധ്യതകളുള്ള ഒരു പേജ് ലേഔട്ടിനും ഗ്രാഫിക് ഡിസൈനിങ്ങിനും പബ്ലിക്കേഷൻസിനും മറ്റും അനന്ത സാധ്യതകളുള്ള ഒരു പ്രോഗ്രാം ഉപയോഗിക്കാൻ മടി കാണിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ണ്ട എന്നുള്ള ഒരക്ഷരം മാത്രം അതിൽ അവൈലബിൾ അല്ല. സാധാരണ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന, മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് ISM. പൂനെയിലെ സീഡാക് കമ്പനിയാണ് അത് പുറത്തിറക്കിയിട്ടുള്ളത്. വളരെ വർഷങ്ങളായി ഉപയോഗിക്കപ്പെടുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഫോണ്ടുകളിലും ണ്ട ലഭ്യമല്ല. എന്നാൽ അതിൽ കൊടുത്തിരിക്കുന്ന 4-5 ഫോണ്ടുകളിൽ മാത്രം ഇത് അവൈലബിൾ ആണ്. എന്നാൽ അതിൻ്റെ പ്രിവ്യൂ ക്യാരക്ടർ പാലറ്റിൽ ലഭ്യവുമല്ല. മാത്രമല്ല, അത് ടൈപ്പ് ചെയ്യുന്നതിന് ISMൻ്റെ കീബോർഡ് ലേഔട്ട് തന്നെ വേണം. അതിന് ഒരു ഡോങ്കിൾ ഉണ്ട്, USB ഡോങ്കിൾ ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ മലയാളം അതിൽ ടൈപ്പ് ചെയ്യുവാൻ സാധ്യമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡിസൈനേഴ്സും പബ്ലിഷേഴ്സും മറ്റും ഇൻഡിസൈൻ ഉപയോഗിക്കുന്നതിന് ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് ഒരു പരിഹാരം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഇത് വളരെ സിമ്പിളായി, വളരെ ഈസിയായി ടൈപ്പ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഏത് അക്ഷരവും അതിൽ ലഭ്യമാണ്. ണ്ട ഉൾപ്പെടെ ഏത് അക്ഷരവും ലഭ്യമാണ്. ണ്ട എന്ന അക്ഷരം ലഭിക്കാതെ വന്നാൽ നമുക്ക് മണ്ടനെന്നോ ഉണ്ണാമണ്ടിയെന്നോ ഒന്നും ടൈപ്പ് ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാനും സാധ്യമല്ല. അതുപോലെ പല വാക്കുകളുമുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരമായി ഇപ്പോൾ നാം ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ ട്രാൻസ്ലിറ്ററേഷൻ എന്ന പ്ലഗിൻ ആണ്. ഗൂഗിൾ ലാംഗ്വേജ് ഇൻപുട്ട് ടൂൾ എന്നും അത് പറയും. ട്രാൻസ്ലിറ്ററേഷൻ എന്നാണ് അതിനെ ഗൂഗിൾ വിശേഷിപ്പിക്കുന്നത്. ഇത് ഒരു പ്ലഗിൻ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ആദ്യം നമ്മുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഫേസ്ബുക്കിലും ജിമെയിലിലും മറ്റും ആളുകൾ ധാരാളമായി മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത്. വളരെ ഈസിയായി ടൈപ്പ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് റൈറ്റിംഗ് അറിയണമെന്ന് നിർബന്ധമില്ല, അറിയേണ്ടത് തന്നെയില്ല. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഇൻഡിസൈനിൽ മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. മലയാളം ഫോണ്ടുകൾ ധാരാളമായി ഇന്റർനെറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. യൂണിക്കോഡ് ഫോണ്ടുകൾ ധാരാളമായി ലഭിക്കുന്ന സൈറ്റുകളുണ്ട്. എന്നാൽ എല്ലാ ഫോണ്ടുകളും ഇതിൽ വർക്ക് ചെയ്യണമെന്നില്ല. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറെ അധികം മലയാളം ഫോണ്ടുകളാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇവിടെ ഗൂഗിളിൽ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ്, smc.org.in എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം, അവരുടെ URL. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണെന്ന് ആണ് എൻ്റെ വിശ്വാസം. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എടുത്തു. അതിൽ ഫോണ്ടുകൾ ഇവിടെയുണ്ട്, ഫോൺസ്. ഇതിൽ ഏതാണ്ട് 10ഓളം ഫോണ്ടുകൾ നമുക്ക് ലഭ്യമാണ്. എല്ലാം യൂണിക്കോഡ് ഫോൺസ് ആണ്. ഇതാ ചിലങ്ക, കേരളീയം, രചന ബോൾഡ്, ദ്യുതി, മീര, അഞ്ജലി ഓൾഡ്, ഉറൂബ് എല്ലാം നല്ല ഫോണ്ടുകളാണ്. ഇവ ഓരോന്നായി നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ഈ ഡൗൺലോഡ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനിലേക്ക് അത് ഡൗൺലോഡ് ആവുന്നതാണ്. അതിൽ നിന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യം. അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ വീണ്ടും പോകുന്നു. ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ. ഇവിടെ നമുക്ക് കാണാം ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ. അതിൽ മലയാളത്തിലുള്ള വെർഷൻ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് പരീക്ഷിക്കാവുന്നതാണ്. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. ഞാനിവിടെ ചെയ്യുന്നത് വിൻഡോസിനായി ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്നത് വിൻഡോസ് പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് വിൻഡോസിനായി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാക്ക് ടൈപ്പ് ചെയ്താൽ ഇവിടെ പോപ്പ് എന്ന് ടൈപ്പ് ചെയ്തതിൻ്റെ പലവിധ ഓപ്ഷൻസ് ഗൂഗിൾ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൽ ടൈപ്പ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജസിൻ്റെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അതിൽ മലയാളം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻപ് ഇത് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് അത് ക്ലിക്കായി കിടക്കുന്നത്. ഇവിടെ ഒരു എഗ്രിമെൻ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഗൂഗിൾ സേവന നിബന്ധനകളും
സ്വകാര്യതാ നയവും അംഗീകരിക്കുന്നു. അതായത് ഗൂഗിൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കുന്നു, പ്രൈവസി പോളിസി അംഗീകരിക്കുന്നു എന്നർത്ഥം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമ്മൾ ഇൻഡിസൈനിലേക്ക് പോകുന്നു. ഇവിടെ ഇതൊരു പോസ്റ്റർ ആണ്, കവിതകൾ എന്നുള്ള തലക്കെട്ടിലുള്ള ഒരു പോസ്റ്റർ ഡിസൈനാണ്. ഇവിടെ ഞാൻ മലയാളം ടൈപ്പ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ടൂൾ എടുത്തു, ഒരു ടെക്സ്റ്റ് ബോക്സ് വരച്ചു. അതിനുശേഷം ഞാൻ ക്യാരക്ടർ പാലറ്റ് എടുക്കുകയാണ്. Ctrl+T ആണ് അതിനുള്ള ഷോർട്ട് കട്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ഉണ്ട് മെനുവിൽ, അതിൽ ക്യാരക്ടർ ഉണ്ട്, അതായാലും എടുക്കാം. അതിൽ ഞാനൊരു ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ രചന എന്നുള്ള ഒരു ഫോണ്ട് സെലക്ട് ആയി കിടക്കുന്നുണ്ട്. അത് ഞാൻ മുൻപ് ടൈപ്പ് ചെയ്തതാണ്, അതുകൊണ്ടാണ് അത് സെലക്ട് ആയി കിടക്കും. അതല്ലെങ്കിൽ എനിക്ക് മറ്റേതെങ്കിലും ഫോണ്ട് എടുക്കാം. ഇവിടെ റീസെൻ്റ്ലി എടുത്തിട്ടുള്ള ഫോണ്ടുകൾ എനിക്കിവിടെ കാണാവുന്നതാണ്. ഇതാ, ഈ ഫോണ്ടുകളെല്ലാം ഞാൻ റീസെൻ്റ്ലി എടുത്തിട്ടുള്ളതാണ്. MLOT ശ്രുതി, അതായത് MLOT എന്ന് പറയുന്നത് ISMൻ്റെ ഫോണ്ടാണ്. ആ ഫോണ്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ആ ഫോണ്ട് എടുക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായി ഇവിടെ നമ്മുടെ ടാസ്ക് ബാറിൽ വലത് വശത്ത് മൂലയിലായി ലാംഗ്വേജ് ബാർ ഉണ്ട്. അതിൽ നിന്നും ലാംഗ്വേജ് ടൂൾസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇംഗ്ലീഷ് കാണിക്കുന്നുണ്ട്, മലയാളം കാണിക്കുന്നുണ്ട്, അറബിക് കാണിക്കുന്നുണ്ട്. അറബിക് ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യാൻ എനേബിൾഡ് ആയ ഒരു കമ്പ്യൂട്ടറുമാണ് ഇൻഡിസൈനും മിഡിൽ ഈസ്റ്റ് വെർഷനാണ്. അതിൽ അറബിക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് അറബിക് ഇവിടെ കാണിക്കുന്നത്. മലയാളം ടൈപ്പ് ചെയ്യുന്നതിനായി ഇവിടെ മലയാളം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലൊരു ഐക്കൺ നമുക്കിവിടെ കാണാം. അതിൽ എയുടെ സ്ഥാനത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ M, അതായത് മലയാളം നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ഞാനിതാ ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ എടുക്കുന്ന ഒരു 4 വരി കവിതകൾ ശ്രീ ONV കുറുപ്പ് എഴുതിയ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു സിനിമാ ഗാനമാണ്. ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഒരു നല്ല ഗാനം. അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അരികിൽ, ARIKIL, അരികിൽ. ഇതാ, അതിൻ്റെ പലതരം ഓപ്ഷൻസ് നമുക്കിവിടെ കാണുന്നു. അരികിൽ, അരികില, ആരികിൽ, അരികിലേക്ക്. സ്വാഭാവികമായിട്ടും എനിക്ക് അരികിൽ എന്ന വാക്കാണ് ആവശ്യം. ഞാനത് ക്ലിക്ക് അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുന്നു. അരികിൽ എന്നിവിടെ എനിക്കിവിടെ കാണാം. ഞാൻ അതിൻ്റെ ഫോണ്ട് ഒന്നുകൂടി വലുതാക്കുന്നു കാണുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി. ഇതാ, അരികിൽ കുറച്ചുകൂടി ചെറുതാക്കാം. ഇതാണ് MLOT ശ്രുതി എന്നുള്ള ഫോണ്ട്. ഇത് ISMൻ്റെ ഫോണ്ടാണ്. ISMൻ്റെ പാക്കേജ് CD-യിൽ ഫോൺസ് ഫോൾഡറിൽ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട് MLOT ഫോൺസ്. അതാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനി അതുകൂടാതെ ഞാൻ രചന എന്ന ഫോണ്ടിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ ഉറൂബ് എന്ന ഫോണ്ട്. ഇത് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോണ്ടുകളാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാനിവിടെ കാണിക്കുന്നതാണ്. ഇതാ, ഇത്രയും ഫോണ്ടുകൾ, അതിൻ്റെ ക്യാരക്ടറും നമുക്കിവിടെ കാണാം. രചന ബോൾഡ്, കേരളീയം, മീര. ഞാനിവിടെ ഈ ഉണ്ടായിരുന്നു എന്ന വാക്ക് തന്നെ ടൈപ്പ് ചെയ്യാൻ കാരണം ഉണ്ട എന്നുള്ള വാക്കാണ് ഇതിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് ഇൻഡിസൈനിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഫോണ്ടുകളിൽ ഒന്നും തന്നെ ഇത് ബുദ്ധിമുട്ടല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ വാക്ക് തന്നെ സെലക്ട് ചെയ്തത്. സുറുമ, ഉറൂബ്, ദ്യുതി, അഞ്ജലി ഓൾഡ് ലിപി, ഇത്രയും ഫോൾഡുകൾ അതിൽ ലഭ്യമാണ്. വീണ്ടും ഞാൻ മറ്റു ഫയലിലേക്ക് പോകുന്നു. ഇവിടെ ഒരു പ്രശ്നം, ഇതാ, ഫോണ്ട് മാറ്റിയപ്പോൾ ഇൽ എന്നുള്ളത് ല് എന്നായിപ്പോയി. അത് നമ്മൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് നോക്കാം. തൽക്കാലം ഞാനത് ഇഗ്നോർ ചെയ്യുന്നു. നമുക്ക് കറക്ഷൻസ് ചെയ്യാൻ നല്ല മാർഗം ഇതിലുണ്ട്. ഇപ്പോൾ അരികിൽ നീ, NEE, നീ ഉണ്ടായിരുന്നെങ്കിൽ, UNDAAN, ഡബിൾ എ കൊടുക്കുന്നു. ദീർഘം വരേണ്ടതുള്ളതുകൊണ്ട് ഡബിൾ എ കൊടുക്കുന്നു. ഉണ്ടാ, YI രു നെ, NE, എങ്കിൽ, NKIL, ഉണ്ടായിരുന്നെങ്കിൽ. ആ വേർഡ് അങ്ങനെ തന്നെ നമുക്കിവിടെ കാണാം. ഇതാ, ഉണ്ടായിരുന്നെങ്കിൽ. അവിടെയും ല് എന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ തൽക്കാലം ഇഗ്നോർ ചെയ്യുകയാണ്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയായ മറ്റു മാർഗമുണ്ട്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു, ORU, ഇതാ കറക്റ്റായി വന്നിരിക്കുന്നു. മാത്ര, MAATHRA, ഒരു മാത്ര. ഇതാ ഇവിടെ അതിൻ്റെ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ തന്നെ സെലക്ട് ചെയ്യുന്നു. ഒരു മാത്ര, വെറുതെ, VERUTHE, വെറുതെ, നനച്ചുപോയി. NINACHUPOYI, നനച്ചുപോയി. ഇതാ, ഇപ്പോൾ ഞാൻ 2 വരികൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. 2 അക്ഷരങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ കിട്ടിയിട്ടില്ല.
അത് പരിഹരിക്കുന്നതിന് വളരെ ഈസിയായ മറ്റൊരു മാർഗ്ഗമാണ്. നമ്മൾ ഒരു വലിയ പാരഗ്രാഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് നേരെ ടൈപ്പ് ചെയ്തു പോവുക. അതിനുശേഷം നമ്മൾക്ക് ഇതെല്ലാം കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ മെയിൻ മെനുവിൽ ടൈപ്പിൽ പോകുന്നു, ഗ്ലിഫ്സ് എടുക്കുന്നു. ഗ്ലിഫ്സിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഫോണ്ടിൻ്റെ മലയാളത്തിൽ ഈ ഫോണ്ട് ഉപയോഗിച്ച് എത്ര അക്ഷരങ്ങൾ അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ മുഴുവൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ൽ ആണ്. അത് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അരികിൽ ഒരു സ്പേസ് കൊടുത്തു, നീ ഇതാ ചെറുതാക്കേണ്ടിയിരിക്കുന്നു. കാരണം ടെക്സ്റ്റ് ബോക്സ് കുറച്ച് ചെറുതാണ്. ഇവിടെ ഞാൻ ക്യാരക്ടർ വീണ്ടും ചെറുതാക്കുന്നു. ഇപ്പോൾ 24 പോയിന്റ്സ് ആണ് ഉള്ളത്. വീണ്ടും ഞാൻ ഈ കൂടി ശരിയാക്കുന്നു. ഇതാ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഇനി ഞാൻ ഇതിനെ കോപ്പി ചെയ്ത് താഴേക്ക് എടുക്കുന്നു. ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് താഴേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാൻ മറ്റൊരു ഫോണ്ടിലേക്ക് മാറുകയാണ്. ഇതാ, രചന ബോൾഡ് വീണ്ടും എടുത്തിരിക്കുകയാണ്. വീണ്ടും ഞാൻ ചെറുതാക്കുന്നു. ഇനി മറ്റൊരു ഫോണ്ടിലേക്ക് മാറാം. കേരളീയം, ഇതാ, അത് മറ്റൊരു ഫോണ്ടാണ്. ഇനി ഞാൻ വേറൊരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു, ഇന്ദുലേഖ. ഇപ്പോൾ ഞാൻ കേരളീയം എന്ന ഒരു ഫോണ്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ദുലേഖ എന്നൊരു ഫോണ്ടുണ്ട്, അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇന്ദുലേഖ ഫോണ്ട് സെലക്ട് ചെയ്യാൻ ആ ക്യാരക്ടറിലെ ആ ബോക്സിൽ, സെലക്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ഈ ലാംഗ്വേജ് ടൂളിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റിയിരിക്കണം. ഇന്ദുലേഖ, ഇതാ ഇന്ദുലേഖ എന്ന ഫോണ്ട് എനിക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ആ ഫോണ്ട് ഇന്ദുലേഖയായി മാറിയിരിക്കുകയാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഫോണ്ടിനെ ഔട്ട്ലൈൻ ആക്കി നോക്കാം. ക്രിയേറ്റ് ഔട്ട്ലൈൻ, ഇതാ ഷിഫ്റ്റ് കൺട്രോൾ O ആണ് അതിനുള്ള ഷോർട്ട് കട്ട്. ഇതിപ്പോൾ ഔട്ട്ലൈൻ ആയിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കളറൊന്ന് മാറ്റുകയാണ്. ഇവിടെ ഞാൻ ഇതാ കളർ മാറ്റി റെഡ് ആക്കിയിരിക്കുന്നു. ഇത് ഞാനൊന്ന് ഔട്ട്ലൈൻ ചെയ്യുകയാണ്. ഇതാ മറ്റൊരു കളറാക്കിയിരിക്കുന്നു. ഇങ്ങനെ വളരെ ഈസിയായി ഇപ്പോൾ ഇൻഡിസൈനിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനെ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ്. വലിയ ബുക്കുകളോ മാഗസിൻസോ പബ്ലിക്കേഷൻസ്, ലേഔട്ട്സ്, ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനെ എന്ത് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ണ്ട എന്നുള്ള ഒരു അക്ഷരം ലഭിക്കാത്തത് കൊണ്ട് മാത്രം നമ്മൾക്ക് ഇൻഡിസൈൻ ഉപയോഗിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഇൻഡിസൈൻ, ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ എന്നിവയുടെ മലയാളത്തിലുള്ള വീഡിയോ ട്യൂട്ടോറിയലുകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.